ഇന്ന് ഉച്ചയ്ക്ക് അന്നദാനം കഴിക്കാനായി കോലത്തുകര ശിവക്ഷേത്രത്തിലാണ് ഞങ്ങൾ പോയത്. അവിടെ എത്തിയപ്പോൾ ഒരു പന്തി നടക്കുകയായിരുന്നു. ഞങ്ങൾ ക്യൂവിൽ നിന്നു. അടുത്ത പന്തി ഓപ്പൺ ആയപ്പോൾ ഞങ്ങൾ കയറി. തിരക്ക് വളരെ കുറവായിരുന്നു. ഞങ്ങളുടെ പന്തിയിൽ ടേബിളിലേക്ക് അവർ വെള്ള ഷീറ്റ് വിരിച്ചു. വെള്ള ഷീറ്റ് വിരിച്ചതിന് ശേഷം ഇലയിട്ടതിന് ശേഷം നല്ല സൂപ്പർ കടുമാങ്ങ അച്ചാർ വിളമ്പി. ആദ്യം അച്ചാറായിരുന്നു വിളമ്പിയത്. പിന്നീട് കിച്ചടി വിളമ്പി. കിച്ചടിക്കകത്ത് തൈര്, ക്യാരറ്റ്, സവാള, തക്കാളി ഇതെല്ലാം കൂടെ അടങ്ങിയ ഒരു തരം കിച്ചടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിയൽ വിളമ്പിയതിന് ശേഷം പപ്പടം വിളമ്പി. അതിനുശേഷം വെള്ളം കൊണ്ടുവന്നു. വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ചോറ് വരുന്നത്. ചോറ് വിളമ്പിയതിന് ശേഷം പരിപ്പ് വന്നു. ചോറിന് നല്ല ചൂടുണ്ടായിരുന്നു. അതിനുശേഷം പരിപ്പ് കറിയാണ് ഒഴിക്കുന്നത്. പരിപ്പ് ഒഴിച്ചതിന് ശേഷം പരിപ്പ് കറിയും കുറച്ച് മാങ്ങാച്ചാറും കുറച്ച് അവിയലും കുറച്ച് കിച്ചടിയും കൂടെ എടുത്ത് പെരട്ടി കഴിച്ചു. നല്ല നെയ്യുടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചോറിൽ കുറച്ച് നെയ്യ് തൂകിയായിരുന്നു, അതിൻ്റെയാണ് അത്. അതിനുശേഷം രണ്ടാമത് ഇച്ചിരി ചോറും കൂടി ഇട്ടു. അപ്പോഴും ചോറിൻ്റെ കൂടെ സാമ്പാറായിരുന്നു. സാമ്പാർ നല്ല തിക്ക് ഗ്രേവി ആയിരുന്നു. തിക്ക് ഗ്രേവി, നല്ല വെളിച്ചെണ്ണയുടെ മണമൊക്കെയുള്ള നല്ല സൂപ്പർ സാമ്പാറായിരുന്നു. സദ്യക്കൊക്കെ ഇളകുന്ന ഒരു സാമ്പാറിൻ്റെ മണമുണ്ടല്ലോ, എന്നാ പൊളിയാണത്. അത് പുരട്ടി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് പരിപ്പ് പായസം വന്നു. പരിപ്പ് പായസം വിളമ്പിയതിന് ശേഷം അതിനകത്ത് നമ്മൾ പപ്പടവും കൂടി ഇട്ടാണ് കഴിച്ചത്. ലാസ്റ്റ് കുറച്ച് മോരും കൂടി ഒഴിച്ച് സദ്യ കഴിച്ചു.